എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ തോന്നിവാസം പറയുന്നത്? അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വ്യക്തിയോ ഗ്രൂപ്പോ തോന്നിവാസം പറയാൻ പല കാരണങ്ങളുണ്ട്. അല്ല, ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്കാസ്റ്റ് ആവുന്നുള്ളൊരു പേടി. ടു നോട്ട് ബി ആൻ ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വെൽത്ത് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിലോ നിൽക്കുന്ന ഒരാളാന്ന് വെക്കി, നിങ്ങളുടെ സെയിം സോഷ്യൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെക്കാട്ടും മേലെ നിൽക്കുന്ന അൾട്രാ റിച്ചിനെ അവർ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവർ ഹാർഡ് വർക്കിലാണ് നേടിയെന്നും ആ കാശ്, അല്ലെങ്കിൽ അവരെ കൺവിക്ഷനിലാണ് നേടിയെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. പല അഭിപ്രായം ഉണ്ടോ ബേസിക്കലി അവരെ കുറിച്ച്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് വല്ല ദുരഭിപ്രായം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചവിട്ടി പുറത്താക്കും ആ ഗ്രൂപ്പ്. നിങ്ങൾക്ക് പേടിയുണ്ടാവും ഉള്ളിൽ. അതുകൊണ്ടാണ് നിങ്ങൾ തോന്നിവാസം പറയുന്നത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിവാസം പറയാണ്ട് നിൽക്കാൻ പറ്റില്ല ആ ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾ സുഖിപ്പിച്ച് അവരെ നിർത്തും. അതന്നെ. ചിലവര് സത്യം പറയുന്നവർ മാത്രമേ ഉണ്ട്. അവര് അതിന്ന് വിട്ടു നിൽക്കണവരുണ്ട്. അവരെ നമുക്ക് റെസ്പെക്ട് ഉണ്ട്, നമുക്ക് നല്ല റെസ്പെക്റ്റാണ്. പക്ഷെ അങ്ങനെയല്ല ബഹുഭൂരിഭാഗം ആൾക്കാരും. അവര് ചേർന്ന് നിൽക്കും. ബേസിക്കലി ആ മുകളിൽ നിൽക്കുന്ന ആളെ അൾട്രാ റിച്ചിനെ അല്ലെങ്കിൽ ഇലോൺ മസ്കിനെ അവര് സുഖിപ്പിച്ച് നിർത്തും. അതിന് ഏറ്റവും എക്സാമ്പിൾ ഈ വീഡിയോ. So he said, change your name to closed AI and I'll drop the lawsuit. I mean, is it going to become this battleground in the land of memes about the name? I think that speaks to the seriousness with which Elon means the lawsuit. And yeah, I mean, that's like an astonishing thing to say, I think. Well, I don't think the lawsuit, maybe correct me if I'm wrong, but I don't think the lawsuit is legally serious. It's more to make a point about the future of AGI and the company that's currently leading the way. So, look, I mean, Grok had not open sourced anything until people pointed out it was a little bit hypocritical, and then he announced that Grok will open source things this week. I don't think open source versus not is what this is really about for him. Well, we'll talk about open source and not. I do think maybe criticizing the competition is great. Just talking a little shit, that's great. But friendly competition versus I personally hate lawsuits. Yeah, look, I think this whole thing is unbecoming of a builder. And I respect Elon as one of the great builders of our time. And I know he knows what it's like to have haters attack him. And it makes me extra sad he's doing it to us. Yeah, he's one of the greatest builders of all time. Potentially the greatest builder of all time. It makes me sad. And I think it makes a lot of people sad. There's a lot of people who've really looked up to him for a long time and said this. I said, in some interview or something that I missed the old Elon, and the number of messages I got being that exactly encapsulates how I feel. I think he should just win. He should just make Grok beat GPT, and then GPT beats Grok, and it's just a competition. And it's beautiful for everybody. എന്താണ് ചോദിക്കുന്നത്? സാമാൾമനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ തിരിച്ച് ഇലോൺ മസ്കിനെതിരെ ലോസൂട്ട് എറിഞ്ഞ കേസ് എടുത്തത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡർ പറയണത് അല്ലെങ്കിൽ ഇലോൺ മസ്ക് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനു ഓപ്പൺ എന്ന് പറഞ്ഞ പേരിട്ടിട്ട് നിങ്ങൾ അതിനെ പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റണം. ബേസിക്കലി അത് നോൺ പ്രോഫിറ്റ് ആയി നിൽക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ഓപ്പൺ സോഴ്സിന് ആയിട്ട് വിട് അല്ലെങ്കിൽ ക്ലോസ് സോഴ്സ് ആക്കരുത് എന്നൊക്കെയാണ് ആള് പറയുന്നത്. എന്നാണ് ഇലോൺ മസ്കിന്റെ പക്ഷം, ബേസിക്കലി ഇലോൺ മസ്ക് പറയണത്. പക്ഷേ സാം ആൾട്ട്മാൻ പറഞ്ഞിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലോസ് സോഴ്സ് ആക്കൂട്ടോ. ഉള്ളിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലോസ് സോഴ്സ് ആക്കും, ഞങ്ങൾക്ക് കാശ് വേണമെന്നാണ് ആള് പറയുന്നത്. ആള് സേഫ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എഡ്ജ് വേണം ബേസിക്കലി. പിന്നെ ആള് കുറെ കാര്യങ്ങളൊക്കെ പറയും, കൊണയൊക്കെ പറഞ്ഞു തരും ബേസിക്കലി. പക്ഷെ ആളിവിടെ തോന്നിവാസം പറയുന്നത് ഇതല്ല. ആൾ കാര്യമായിട്ട് പോളിഷ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബേസിക്കലി. ഇത് ശരിയല്ല ഇലോൺ മസ്ക് ചെയ്യണത്. നീ ഒരു സമയം വരുമ്പോൾ ഞങ്ങൾ പണി കൊടുക്കുമെന്നും പറയുന്നുണ്ട് സാം ആൾട്ട്മാൻ കാര്യം. അപ്പൊ ലെക്സ് ഫ്രൈമൻ പറഞ്ഞു ആൾക്ക് ലോസൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, മനസ്സിലായി. എന്നിട്ട് ലെക്സ് ഫ്രൈമൻ വീണ്ടും പുഷ് ചെയ്യണം സാം ആൾട്ട്മാൻ. കാരണം ലെക്സ് ഫ്രൈമൻ ഇലോൺ മസ്കിന്റെ ഒരു അണ്ടർലിംഗ് ആണ്. ലെക്സ് ഫ്രൈമൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ലി കോമ്പറ്റീഷനിൽ നിൽക്കണം, ഗ്രോക്ക് ഒന്ന് വിജയിച്ചോട്ടെ ചാറ്റ് ജിപിടിക്കെതിരെ ഒന്ന് അനുവദിച്ചു കൊടുക്കും എന്നൊക്കെ പറയും. അപ്പൊ ഇതിക്ക് മുമ്പ് ഇത് തൊട്ട് മുമ്പ് തന്നെ സാം ആൾട്ട്മാൻ പറയണ്ടായിരുന്നു ഇലോൺ മസ്കിന് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളാണ് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. അതാണ് തോന്നിവാസം പറഞ്ഞത്. നിങ്ങൾ ആ വാക്കിനെ ശ്രദ്ധിച്ചോട്ടെ, ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ ഓഫ് ഓൾ ടൈം. അത് നമ്മൾ പിന്നീട് വരണ്ട്. എന്തുകൊണ്ടാണ് ഇതൊരു വെറും തോന്നിവാസം മാത്രമാണ്, മീൻസ് ഇത് വെറുതെ ഒരു പറച്ചിൽ മാത്രമാണ് ബേസിക്കലി. സാം ആൾട്ട്മാൻ വെറുതെ ഒരു കള്ളം പറയാന്ന്. ലെക്സ് ഫ്രൈമൻ പറയുന്നത് അയാൾ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ ഓഫ് ഓൾ ടൈം ആണ് എന്ന് ശരിയാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോക്കും ഒന്ന് വിജയിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ സാം ആൾട്ട്മാൻ ചിരിച്ചു, ഒരു നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ചിരി. ഓക്കെ 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 എന്ന് പറയും. അവര് അമിക്കബിൾ റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ സാം ആൾട്ട്മാൻ ഒരു ചിരിയായിരുന്നു ബേസിക്കലി. എന്ന് വെച്ചാൽ അത് പോളിഷ്ഡ് ആയിട്ട് ഉള്ളൊരു ചിരിയാണ് ബേസിക്കലി. ഒരു പോളിഷ്ഡ് ആയിട്ട് ഉള്ള ഒരു ചിരിയാണ്. നമ്മൾ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വെക്കുന്ന ഓക്കെ ഓക്കെ. പക്ഷെ നമ്മളെന്താ ചെയ്യാ, പിന്നീടൊന്ന് കുത്താ ബേസിക്കലി. ചിരിച്ച് പറയും, പിന്നിൽ കളിക്കുന്ന അവനില്ലാണ്ടാക്കുക എന്നാണ് കാര്യം. പിന്നെ അവന് വേണമെങ്കിൽ ആവശ്യമില്ല. അവരുടെ ഒരു കോമ്പറ്റേഴ്സ് ഉണ്ട്, അത്ര ഹെൽത്തി ഒന്നല്ല. മറ്റേ ഔട്ടാക്കാന്നാണ് എപ്പോഴും ചിന്ത അവരുടെ ബേസിക്കലി.
ഇലോൺ മസ്കിന് എങ്ങനെയും പണി കൊടുക്കാന്ന് അവരുടെ ചിന്ത. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാര്യത്തിൽ. ഇവിടെ ആരും ഇത് ബിസിനസ്സാണ് ബേസിക്കലി. ഫ്രണ്ട്ലി എന്നൊക്കെ അവർ പറച്ചിൽ മാത്രമേ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ക്ലിപ്പ്. What your boy's trying to do, at least. Yeah, Elon? Yeah. Yeah, my boy. Did you believe him when he made that offer? What offer? If something bad happens to him? Oh, on Twitter. I love, dude. Yeah. Well, first he has to buy it, and then yeah, I'm very confident if he bought it and died, he'd give it to me totally, and not the investors that have tens of millions of dollars in it. മിസ്റ്റർ ബീസ്റ്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂറിനോട് പറയാന്ന് ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങാണ് $44 ബില്യൺ. അപ്പൊ അത് മിസ്റ്റർ ബീസ്റ്റിന് കൊടുക്കുന്ന പറയുന്നത്. മീൻസ് അത് എപ്പോ ആൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് വെറും തോന്നിയ ദിവസമാണ് ബേസിക്കലി. മിസ്റ്റർ ബീസ്റ്റിന് ഇലോൺ മസ്കിന് ആവശ്യമുണ്ട്. അപ്പൊ ആ മിസ്റ്റർ ബീസ്റ്റ് ആണ് പറയണത് അങ്ങ് മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഉപയോഗിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇലോൺ മസ്കിന് ഉപയോഗിക്കാം ഭാവിയിൽ എപ്പോഴെങ്കിലും. കാരണം ഇയാൾ ഇത്ര കാശുകാരനല്ല, അയാളുടെ ബിസിനസ്സിന് വലിയ ഉപകാരപ്രദമാവുന്ന ആൾക്ക് ചിന്തിക്കുന്നുണ്ട്. ഇയാൾ എതിരഭിപ്രായം പറഞ്ഞാൽ ഔട്ട്കാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ആൾ കള്ള ചിരിയിൽ ഇങ്ങനെ പറയാണ്, അയ്യോ നിങ്ങൾ റിസർച്ച് ചെയ്തില്ലേ, അതെ ഉറപ്പാണ് ഇലോൺ മസ്ക് ചെയ്യുന്ന ആൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇപ്പോൾ സെറ്റായി തുടങ്ങി. നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടോ? Right now, Tesla's at roughly $200. We believe that in 5 years, 2027, it will be a $2,000 stock if our research is correct. If we're not right on autonomous, it would be at least a $400 stock just because of the massive shift towards electric vehicles during the next 5 years. കുറെ ആൾക്കാരുണ്ട്, കുറെ കോടീശ്വരന്മാര്, അവര് ചോദ്യം പോലും ചോദിക്കണില്ല. എന്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല ബിസിനസ്സാണോ, വയബിൾ ബിസിനസ്സാണോ ഉള്ളത് ക്വസ്റ്റ്യൻ പോലും ഇല്ല. ബേസിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നോളജ് ഉണ്ട്, ഒരു തരം യാതൊരു രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഞാൻ കാണില്ല. ആ ഒരു ക്ലിപ്പാണ് ഇത് കാഥി വുഡ്സിന്റെ. പക്ഷെ കാഥി വുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് അണ്ടർലിങ്ക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്കിനെ സൂചിപ്പിച്ച് നിർത്തുന്ന ഒരു പെണ്ണ്. ബേസിക്കലി ഇലോൺ മസ്ക് പറയുമ്പോൾ ഇങ്ങനെ കൊഞ്ചി നിൽക്കുന്ന ഒരു പെണ്ണാണ്. അത് ഇലോൺ മസ്ക് പറയണ പോലെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യും. ഇലോൺ മസ്ക് ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെ തോമസിനെതിരെ വന്നാലും കണ്ടാ പറ്റാ, അത് ഈ ക്ലബ് കണ്ടു. I mean, I think, frankly, if you want to have a really high velocity of features, I think we'll just need to do a total rewrite of the whole thing. Wait, seriously, a total rewrite. That's your prediction for velocity. Yeah. Well, when you say a total rewrite, do you mean starting with the skeleton, or a bunch of engineers sit down with a whiteboard and say, "What is Twitter"? Revolution or reform? I mean, I just mean like literally, like there's like you could either try to amend the crazy stack that exists, or rewrite it. But when you say crazy stack, what do you mean? Like, break it down. Have you seen George's like diagram? No. I mean, like, what do you mean by crazy? No. Seriously, come on, buddy. Come on. Who are you? What do you mean? Who am I? I don't know. You gave me the mic. I got no. I didn't give you the mic. I'm doing the mic, and let's keep it civil in my space. I mean, yeah. Like what? No, man. You're in charge of the servers and the programming, whatever. Like, what is the stack? Elon? Keep things technical in my space, please. Take me from top to bottom. What does the stack look like right now? What's so crazy about it? What's so abnormal about this stack versus every other large-scale system on the planet, buddy? Come on, give it to me. All right. So first off, amazing. Wow, you're a jackass. ഈ ക്ലിപ്പിൽ എന്താ പറയുന്നത്? ഈ ക്ലിപ്പിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ട്വിറ്ററിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറാണ്. അയാൾ ഇലോൺ മസ്കിനെ ചോദ്യം ചെയ്യുന്നത് എന്തിട്ടാണ് ഈ ടെക് സ്റ്റാക്ക് എന്ന്. അപ്പൊ ഇലോൺ മസ്കിന് അതിനുള്ള ഉത്തരവില്ല. ഇലോൺ മസ്കിന് ടെക് സ്റ്റാക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ ഓഫ് ഓൾ ടൈം ടെക് സ്റ്റാക്ക് ഏറ്റവും ബേസിക് ഫൗണ്ടേഷനിൽ പോലും ഇല്ല. ഒരു തറ സാധനം, ബേസിക്കലി ഒരു സൂപ്പർഫിഷ്യൽ സാധനം എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇലോൺ മസ്കിന്റെ അവസ്ഥ. ഇലോൺ മസ്കിന് ഒന്നും അറിയില്ല. ഇലോൺ മസ്ക് പപ്പടി ആളെ ശബ്ദം കുറച്ചും കൂട്ടിയൊക്കെ പറയും. കാരണം ആളൊരു ഫ്രോഡാണ്. ആളൊരു ഫ്രോഡായാണ്. ഇങ്ങനെ ശബ്ദം കൂട്ടില്ല, അറിയണ പോലെ സംസാരിക്കില്ലേ. അതിന്റെ കാരണം ആള് ഫ്രോഡായതുകൊണ്ട്. അത് അത്ര ഉള്ള കാര്യം. ഫ്രോഡ് അതിനുള്ള ബുദ്ധി പോലും സാമാന്യ ആൾക്കാർക്കില്ല. ബുദ്ധി എന്ന് പറയാനില്ല, അവര് മനസ്സിലാക്കിയിട്ടില്ല, എത്തിയിട്ടില്ല. അറിവ് അത്ര ഉള്ളത് പറയാൻ പറ്റില്ല. ചിലർക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നു. ബേസിക്കലി അവർക്ക് ഉൾക്കൊള്ളാനുള്ള റിസപ്റ്റീവ് കേപ്പബിലിറ്റി ഉണ്ടാവില്ല ബേസിക്കലി. അപ്പൊ ഞാൻ അത്ര പറയുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ആള് ബിസിനസ്സുകാരനാണ്. അത്ര ഉള്ളൂ. മീൻസ് അയാളെ എതിരെ വന്ന ആൾക്കാരൊക്കെ അയാള് ചവിട്ടിയമർത്തും ബേസിക്കലി. അത്ര ഉള്ള കാര്യം. അത്ര. ഞാൻ അടുത്ത പോയിന്റിലേക്ക്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഫീൽ സ്പെഷ്യൽ.
സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നോക്കി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്. അപ്പോൾ നമ്മൾ സക്സസ് ആവും ബേസിക്കലി. ആ സക്സസിനോടൊപ്പം നമ്മളുടെ പ്രാകൃതമായ, അല്ലെങ്കിൽ നമ്മൾ പ്രാകൃതം എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ സ്വഭാവ ശൈലികൾ അവർ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രൊണൗൺസ് ചെയ്യാൻ തുടങ്ങും ആ സ്വഭാവങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വാലിഡേഷൻ കിട്ടാൻ കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വഭാവങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സക്സസ് ആകുമ്പോൾ. വീണ്ടും വീണ്ടും ആ ഒരു ശീലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊടുക്കണം, ഹാബിറ്റ് ആക്കണം. അതിന്റെ ചാർട്ടാണ്, മീൻസ് അതിന്റെ ചേഞ്ച് ഇവിടെ കാണാം ബേസിക്കലി. അത് ജോർഡൻ പീറ്റർസന്റെ ആണ് ബേസിക്കലി. ജോർഡൻ പീറ്റർസൺ ഫസ്റ്റ് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആൾക്ക്, കൈ നീട്ടത്തിലൊന്നും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മീൻസ് ആളുടെ ജസ്റ്റേഴ്സിനും ആളുടെ പറയാൻ രീതിയൊക്കെ, പറയാൻ രീതി ആളെന്നാലും കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ആൾ നല്ല രീതിയിലൊക്കെ പറയും. പക്ഷെ ആൾ നല്ല ട്രഷനാണ്, നല്ലൊരു തോന്നിവാസി ആണ് ആൾക്ക്. എന്നാലും ശരി, ആൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. കാലം കയറുമ്പില്ലേ അയാൾക്ക് കൂടുതൽ വാലിഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ കൂടുതൽ രീതിയിൽ കൈയനക്കലും പിന്നെ പറച്ചിലിനും കൂടുതൽ സ്ട്രെസ് കൂടി പറയുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് തോന്നിവാസമാണ് ബേസിക്കലി. വലിയ ഡെപ്തുള്ള കാര്യമല്ല, സൂപ്പർഫിഷ്യലായിട്ട് നീട്ടി പറയാനൊരു സ്വഭാവം ബേസിക്കലി. ഒരു ഒന്നില്ലാണ്ട് ലെങ്ത്തിൽ പറയാനൊരു സ്വഭാവമാണ്, മനസ്സിലായി. അതാണ് ജോർഡൻ പീറ്റർസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാലം കയറുമ്പോൾ ബേസിക്കലി. കാലം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു ബ്രാൻഡായി. ബ്രാൻഡാകുമ്പോൾ എന്താ പറ്റുന്ന ഒരു ലെവൽ സോഷ്യൽ സ്റ്റാറ്റസ് എത്തി. പിന്നെ എന്ത് തോന്നിവാസം പറയും ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുള്ളൂ. Do you think that we get effective drugs from pharmaceutical companies? Not particularly. Okay. Do you think that any vaccines work? Yes. Do you think that any... I don't think 80 of them work at once for babies. I think that's a little risky. But yet we've been on this vaccine schedule for how many decades? Like and babies this. don't... Like this. Not like this. Not carefully. I had a ton of vaccines when I was a child. I'm pretty sure that was the norm for people. There were a ton of vaccines you had to There's take. way more now. അത് അയാളുടെ സ്വഭാവമാണ്. പിന്നെ അയാൾ എന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ചെയ്യാം ആൾക്ക് മനസ്സിലായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണേലുള്ള കാര്യം ഒരു കാര്യം മനസ്സിലായി ആൾക്ക്. കാരണം അയാൾ സൈക്കോളജിസ്റ്റാണ്. ആൾക്ക് മനസ്സിലായി പറയുന്ന കാര്യത്തിലുള്ള കാര്യം എങ്ങനെ അവതരിപ്പിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ എങ്ങനെ ഡ്രസ് ചെയ്യണ കാര്യത്തിലും അപ്പിയറൻസിലൊക്കെയാണ്, ജസ്റ്റേഴ്സിലൊക്കെയാണ് കാര്യം നമ്മൾ പഠിച്ചത് ബേസിക്കലി. അങ്ങനെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. എത്ര ഡെപ്ത് ഉണ്ടെന്നല്ല ആൾക്കാർക്ക് ഇഷ്ടം. അയാൾ സൂട്ടും കൂട്ടിട്ടിട്ട് വരുന്ന ആളാണെങ്കിൽ പിന്നെ ഭയങ്കര അടിപൊളി ജസ്റ്ററിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രീഡിസ്പോസിഷൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ആണല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ടു ഫീൽ സ്പെഷ്യൽനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവതരിപ്പിച്ച് കൂട്ടാണ്. ഒന്നുമില്ല സഫായിട്ട്. അപ്പൊ അവര് നീട്ടും എന്തൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ ഉടായ്പകളൊക്കെ തോന്നിവാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബേസിക്കലി. മനസ്സിലായി. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇൻഫോർമേഷൻ കൺസീൽ ചെയ്യുക. ടു കൺസീൽ ഇൻഫോർമേഷൻ കൺസീൽ ചെയ്യാൻ അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ്സുകൾ ചെയ്യണതാണ്, എല്ലാവരും ചെയ്യണതാണ് ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ബൈറ്റിങ് കിട്ടാണ്ടിരിക്കാനില്ലേ, അല്ലെങ്കിൽ ബാക്ക് ബൈറ്റിങ്ങോ അല്ലെങ്കിൽ ഫോർജറിയോ പൈറേഷനോ അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററിനെതിരെ നിന്ന് അറ്റാക്ക് കിട്ടാണ്ടിരിക്കാനൊക്കെ നമ്മുടെ സാധനം അടിച്ചു മാറ്റാണ്ടിരിക്കാനൊക്കെയാണ് നമ്മൾ ഇൻഫോർമേഷൻ കൺസീൽ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ തോന്നിവാസം പറഞ്ഞിട്ട് ബേസിക്കലി ഒരു ലെങ്ത്തിൽ നമ്മൾ ഒന്നില്ല കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് പുറത്തേക്ക് വിടും, അല്ലാണ്ട് പുറത്തേക്ക് വിടില്ല. എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി അത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇത് സുന്ദർ പിച്ചയുടെ. Search. In some cases, you're going to get a generative AI answer, which would move those links lower down on the page. Are they ready for this moment? What are you telling them about their ability to reach your users? You know, the great thing is users still value commercial information. Our ads work based on intent and quality and relevant at the right time. We've been able to test that in the context of AI overviews, and it's working well as we expected it to. So I think it'll be a smooth transition, and that's what we are seeing. I think I heard Liz Reed say that it's leading to more searches, but the generative AI or AI overview, as you're calling it, is it leading to more or less clicks? In general, we find it's both overall increasing usage, and when we look at it year on year, we've been able to grow traffic to the ecosystem. So we are, compared to most other players, we are prioritizing approaches which will generate traffic as well. So we are working hard on that. Does it change the business model? How are you thinking about that? I think about a year ago, people had questions on whether this would cost too much to serve. We've brought down costs 80%. I don't think that would be a concern. I think the way we've been at work and the way we are rolling it out, I feel like we are set up in a pretty good way and we can build on from here.
പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആളോട് ആ പെണ്ണ് ചോദിക്കുകയാണ് ഈ ട്രാഫിക് കൂടുന്നത് എങ്ങനെയാണെന്നില്ല, ആൾക്കാർക്ക് അഡ്വർടൈസേഴ്സിന് വരെ ക്ലിക്സ് കിട്ടുന്നുണ്ടോന്ന് ആണ് ചോദിക്കുന്നത്. അതിന് ആ സുന്ദർ പിച്ചയെ പറയുന്നിട്ടാണ്. സുന്ദർ പിച്ചയെ എന്താ പറയുന്നത്, ആൾക്ക് വലിയ ഉത്തരവൊന്നുമില്ല. ആള് പറയുന്നത് പിന്നെ ഞങ്ങളുടെ യൂസറിന് അതിനെ കൂടുതൽ ഇഷ്ടമാണ്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല, അവർക്ക് യൂസർ ഇൻറ്റൻറ്റും മറ്റേതും റിലവൻസിനൊക്കെ നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത് എന്നൊക്കെയാണ് ആള് പറയുന്നത്. ബേസിക്കലി വെറും തള്ളി വിടൽ തന്നെ, എന്താ തള്ളി വിടാം. പക്ഷേ ചോദ്യം ഇത്ര ഉണ്ടായുള്ളൂ. ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസേഴ്സിന് ക്ലയൻസിന് കിട്ടുമെന്നാണ് ചോദ്യം. ബേസിക്കലി ജനറേറ്റ് ചെയ്യുകയോ വന്നിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുക മുകളിൽ കിടക്കുന്ന സാധനം. അപ്പം എല്ലാവരും അതൊരു പയാസ്റ്റും ഒരു സാധനമാണ്. ബേസിക്കലി കൃത്യമായിട്ട് ഉത്തരം തരില്ല. ഇതിലാണ് ആൾക്കാരെ ആശ്രയിക്കാൻ പോകുന്നത്. ഇതിൽ തൊട്ടടിയിലാണ് ലിങ്ക്സുകൾ കിട്ടുന്നത്. ആ ലിങ്ക്സുകൾ ആരും നോക്കില്ല ഭൂരിഭാഗം ആൾക്കാർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഉത്തരമാണ് ശരിയെന്ന് വെച്ചിട്ട് അവർ വായിക്കും. അടിയിലുള്ളതൊക്കെ അവർ കാണാണ്ട് നിൽക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സുന്ദർ പിച്ചായി ആൾക്ക് മനസ്സിലായത്. ഇതൊരു ഒരു കട്ടി കൂടിയ ചോദ്യമാണ് ആൾക്ക് മനസ്സിലായത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ലിങ്ക്സുകൾക്ക് ആൾക്ക് അതിന് ട്രാഫിക് കിട്ടുമെന്നാണ് ചോദ്യം, ക്ലിക്സ് കിട്ടുമെന്ന്. ആള് പെണ്ണ് പിന്നീട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ആൾക്കാർക്ക് ക്ലിക്സ് കിട്ടുന്നുണ്ടോന്ന്, ലിങ്ക്സിന് ട്രാഫിക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ട്രാഫിക് കിട്ടുന്നുണ്ടെന്ന് ആള് വീണ്ടും സസ്യം. ആൾ ഒരിക്കലും ഡയറക്റ്റ് ഉത്തരം പറയില്ലേ. ആള് ഗൂഗിൾ പണ്ട് എന്ത് ചെയ്തു എന്നൊക്കെയാണ് പറയാം. ചോദ്യം ഇത്ര സിമ്പിളായിരുന്നു. ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റീവായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസേഴ്സിന് ക്ലയൻസിന് കിട്ടുമോ ബേസിക്കലി, അതാണ് ചോദ്യം. ബേസിക്കലി പക്ഷെ ആളെ തന്നെ ഉത്തരം പറഞ്ഞത് ഗൂഗിള് പണ്ടത്തെ കാര്യത്തിലത്തെ കാര്യങ്ങളൊക്കെ പറയും. ഗൂഗിള് ഞങ്ങൾ കോമ്പറ്റീഷനെക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളെ അവസാനം. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ത്രെറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടുമ്പോൾ അടിയിലത്തെ ലിങ്ക്സുകളൊക്കെ ചർച്ചകളൊക്കെ ആയിരിക്കും. ബേസിക്കലി ചിലപ്പോൾ നമുക്ക് ആ ഡയറക്റ്റ് ലിങ്ക്സിന് തൊട്ടടിയിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാന്നില്ല. പിന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള AI അഡ്വേർട്ട് സാധനം ബേസിക്കലി റെസ്പോൺസ് അനുസരിച്ചിട്ട് കയറി വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കണ്ടമാന ലിങ്ക്സുകൾ ആൾക്കാർ നോക്കാണ്ട് പോകും, കണ്ടമാന ട്രാഫിക് ആയിരിക്കാൻ പോകും. അപ്പോൾ കണ്ടമാന ആൾക്കാർ അഡ്വർടൈസ് ചെയ്യുന്നതിനുള്ള മൂല്യം കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതൊരു ഇൻഹറന്റ് പ്രശ്നമാണ്. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടറിയണം. തോന്നിവാസൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് പുറത്തേക്ക് വിട്ടിട്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കവർ ചെയ്ത് വെക്കും ബേസിക്കലി. അത് നമ്മൾ കണ്ടറിയണം എന്ന് പറയാം. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഡിസ്റപ്ഷൻ വരാൻ പോണ കാലത്ത്. ഇനി വരാൻ പോണ ഡിസ്റപ്ഷൻ ഈ കാലഘട്ടത്തിൽ ബേസിക്കലി തോന്നണില്ല, നമുക്ക് കാണാം. 4ാമത്തെ പോയിന്റ്, ഒരു മാസ് മാർക്കറ്റ് ഉണ്ടാക്കാൻ. ബേസിക്കലി ഒരു മാസ് മാർക്കറ്റ് ഉണ്ടാക്കാൻ ബുൾഷിറ്റ് നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുൾഷിറ്റ് എന്ന് പറഞ്ഞ റെട്രിക്കൽ എബിലിറ്റിയാണ് ഒരാളുടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല രീതിയിൽ ആൾക്ക് പെർസ്യൂസീവ് ആയിട്ടൊരു ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയില്ല, ഒരു സർവീസ് വീടിപ്പിക്കാൻ അതിനുള്ളൊരു ഭാഷയാണ് റെട്രിക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ ബുൾഷിറ്റ് പറയാൻ പറ്റും, തോന്നിവാസം പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ആളെ കൊണ്ട് നിങ്ങളുടെ കുറിച്ച് വാങ്ങിപ്പിക്കാം. ബേസിക്കലി അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന്റെ ഏറ്റവും എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് തന്നെ. Today, it's financially insane to buy anything other than a Tesla. It'll be like owning a horse in 3 years. So buying a Model 3 is a good deal. All cars being produced have all the hardware necessary, compute and otherwise, for full self-driving. ഈ ഇലോൺ മസ്ക് ജീവിതത്തിൽ ഒരു കാര്യം ഒരു പ്രോമിസുകളും കീപ്പ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അത് തോന്നിവാസം പറഞ്ഞ് നീക്കേണ്ട ഒരാളാണ്. ഇതാണ് വരുന്നത്. അതൊരു പക്ക ഫ്രോഡാണ്. പക്ഷെ എല്ലാവരും ഗ്രേറ്റസ്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത്. 5ാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ബേസിക്കലി എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാധനമാണ് ബുൾഷിറ്റ്, തോന്നിവാസം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിജി എന്താ ചെയ്യുന്നത്? और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. घुसपैठियों को बांटेंगे. क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है. The opposition is calling these remarks hate speech. It has long accused Mr. Modi and his Bharatiya Janata Party for using communal and divisive politics for electoral gains. India's main opposition party, the Indian National Congress, says no Prime Minister has lowered the dignity of the post as much as Modi. And prominent Congress leader Rahul Gandhi took to X and claimed the Prime Minister was fearful of a loss in the polls and is trying to divert people's attention from real election issues. മോദിജി പറയുന്നത് എല്ലാവരുടെ അടുത്തും ഹിന്ദുത്വമാണ് ഹിന്ദുത്വമാണ് അടിപൊളി എന്നൊക്കെ, മുസ്ലിംസുകാരാണ് ഇതൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ആള് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കൺസ്യൂമറിന് എന്താ വേണ്ടത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആള് വിജയം നേടാണ്. അത് അയാളെ സംബന്ധിച്ച് അയാൾക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിക്കണം, ഇവിടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇവര് എന്താണ് മാർക്കറ്റിന്റെ ആവശ്യം സെർവ് ചെയ്യാൻ മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് കാശ് വാങ്ങാൻ മിണ്ടാണ്ടിരിക്കുക. അതാണ് അവർ ചിന്തിക്കുന്നത്.
അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറം അവരൊന്നും ചെയ്യുന്നില്ല. ഡിബേറ്റ് ഒരു നോംസിനെതിരില്ലേ. ആൾക്കാരുടെ മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റാണ് നോക്കുന്നത്. അത്രയുള്ളൂ തോന്നിയ മാസം പറഞ്ഞിട്ട്. മറ്റുള്ളവർ അതിൽ അടിച്ചമർത്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർ അവർക്ക് ഇങ്ങനത്തെ മാർക്കറ്റാണ് കിട്ടുന്നത് വെച്ചാൽ, ഇതാണ് വലിയ ബൾക്ക് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഔട്ടായെന്ന് വെച്ചിട്ടുള്ള കാര്യമില്ല. ഇതാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോൺഷ്യസ്നസ് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് വരുന്നുണ്ട്. Need to expand the scope and scale of consciousness so that we're better able to understand the nature of the universe and understand the meaning of life. And ultimately, the most important part will be to ask the right question. Yes. Thereby elevating the role of the interviewer. Yes, exactly. As the most important human in the room. Absolutely. Good questions are, it's hard to come up with good questions. ആൾ കോൺഷ്യസ്നെ എക്സ്പാൻഡ് ചെയ്യുന്നു എല്ലാ യൂണിവേഴ്സും മുഴുവൻ. ആൾ കോൺഷ്യസ്നസ് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കും. അപ്പോൾ ആൾക്കാരുടെ പവർ നിലനിർത്താൻ പറ്റും. ബേസിക്കലി ഈ തോന്നിയ മാസം ആൾ പറയുന്നില്ലേ, ആൾക്കാർക്ക് ജയിക്കുന്നത് സംഭവമാണെന്ന് വെച്ചില്ലേ, ആൾക്ക് പിടിയിടണമല്ല, പിടിയിടാതെ വാക്കല്ല. അപ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങും. കോൺഷ്യസ്നെസ് എന്തോ സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കായിരിക്കും. ആൾ തോന്നിയ മാസം വിട്ടു. ചിലവർക്ക് ക്രാബ് കിട്ടും. ലോബ്സ്റ്ററിന് ഇത്ര ലോബ്സ്റ്ററാണ് കാരണം. ബേസിക്കലി ലോബ്സ്റ്ററും നമ്മൾ മനുഷ്യന്മാരുമായി സിമിലർ ആണ്. കാരണം ലോബ്സ്റ്റർ ഒരാൾക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വെച്ച് നമ്മൾ നീർന്ന് ഇങ്ങനെ നിൽക്കും. What's so cool about the lobster is that when a lobster wins, he flexes and gets bigger, so he looks bigger because he's a winner. It's like he's advertising that. And the neurochemical system that makes him flex is serotonergic. And you think, well, who cares? What the hell does that mean? Well, I'll tell you what it means. It's the same chemical that's affected by antidepressants in human beings. And so, like, if you're depressed, you're a defeated lobster. Like, you're like this. I'm small. I'm not, things are dangerous. I don't want to fight. You give somebody an antidepressant, it's like up they stretch, and then they're ready to, like, take on the world again. അങ്ങനത്തെ റെഫറൻസുകളൊക്കെ മേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ സയന്റിഫിക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ്സ്റ്ററും നമ്മളുമായി ഡിഫറൻഷിപ്പ് ആണ്. നമ്മൾ തമ്മിൽ മനുഷ്യന്മാർ തമ്മിൽ ഡിഫറൻഷിപ്പ് ആണ്. മനസ്സിലായി, മനുഷ്യൻ തമ്മിൽ കണ്ടമാനം വ്യത്യാസങ്ങളുണ്ട്. ബേസിക്കലി ലോബ്സ്റ്ററിന്റെ പോലത്തെ വ്യത്യാസങ്ങളല്ല. ലോബ്സ്റ്ററിന് എന്തായാലും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. നമ്മുടെ കടയിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഇല്ല, നീർ നിൽക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ബേസിക്കലി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ റിഫറൻസ് തന്നെ സൂപ്പർ സയന്റിഫിക്. പിന്നെ എല്ലാ ലോബ്സ്റ്ററിനും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവുന്ന ചോദ്യമുണ്ട്. ബേസിക്കലി നമുക്ക് ഒരിക്കലും അറിയാനും പറ്റില്ല. വല്ല കുറച്ച് ലോബ്സ്റ്റർ അവരുടെ ലോബ്സ്റ്റർ ആണെങ്കിലും ഇതൊന്നും നമുക്ക് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ബേസിക്കലി കമ്പയർ ചെയ്യാനും കൂടി പാടില്ല സ്പീഷീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ബേസിക്കലി അവരുടെ നെർവസ് സിസ്റ്റം തന്നെ വ്യത്യാസമില്ല. അപ്പോഴാണ് ഒരു ആൾ നേരിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തായാലും ശരി, എന്താണ് കൺസ്യൂമറിന് ആവശ്യം അതെടുത്ത് കൊടുക്കണം തന്നെ അവർക്ക് ഇഷ്ടമാവും. അത് അവർ വിഴുങ്ങിയാൽ അവർക്ക് ഹാപ്പിയാവും. ഇത്ര ഉള്ളു കാര്യം. അതാണ് ഇവിടെ ചെയ്യേണ്ട ആവശ്യം. എന്താണ് കൺസ്യൂമറിന് ആവശ്യം അത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക്. അടുത്ത വീഡിയോ വരണവരെ.